ഹലോ കൂട്ടുകാരെ, മഞ്ഞ നിറത്തിൽ ചെറിയ മുത്തുകൾ പോലെ കാണുന്ന ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണെന്ന്. 1847 ആദ്യമായി ആഫ്രിക്കൻ വെച്ച് ഇന്ത്യയിലെത്തുന്നത്. എത്തിയതല്ല, എത്തിച്ചതാണ്. കൊൽക്കത്തയിലുള്ള തൻ്റെ സുഹൃത്തിന് ഗിഫ്റ്റായി നൽകിയതാണ് ഇതിനെ. അവിടെ നിന്ന് ഇന്ത്യയുടെ വടക്കൻ പ്രദേശമായ മദ്രാസിലെ ഒരു ഗാർഡനിലേക്ക് ഈ ആഫ്രിക്കൻ ഒച്ചിനെ എത്തിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. മദ്രാസിൽ നിന്ന് ഒച്ചുമേനോൻ എന്നറിയപ്പെടുന്ന ഒച്ച് ഗവേഷകനായ രാജകൃഷ്ണ മേനോൻ ഇതിനെ കേരളത്തിലെ പാലക്കാടും എത്തിച്ചു. ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുന്നത് ഭീകരനാട്ടായി പോകുന്നത്. തണുപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഇത് കരിയിലകളുടെയും പുല്ലിൻ്റെയും ഇടയിലാണ് കാണുന്നത്. ഇതിൻ്റെ പ്രജനനശേഷി തന്നെയാണ് ഇതിനെ വില്ലനാക്കി മാറ്റുന്നത്. ഒരു തവണ മുട്ടയിടുമ്പോൾ 100 മുതൽ 1000 വരെ മുട്ടകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഒച്ചിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 1000 വരെ ഉണ്ടാകാമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദേഹത്ത് തലച്ചോറിനെയും സൂക്ഷ്മനാളികളെയും ബാധിക്കുന്ന വിരകളുണ്ടെന്നും പറയപ്പെടുന്നു. ആഫ്രിക്കൻ ഒച്ചിൻ്റെ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്ത് വന്നേക്കാണ്. കുഞ്ഞുങ്ങളാണിത്. ഇതിങ്ങനെ ധാരാളം ഉണ്ടായിരുന്നു. നേരത്തെ വലിയ ഒച്ചിൻ്റെ പുറത്ത് കണ്ട കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം ആളനക്കം കണ്ടു കഴിഞ്ഞപ്പം, മനുഷ്യരുടെ സാമീപ്യം കണ്ടു കഴിഞ്ഞപ്പോഴേ അതിൻ്റെ അകത്തേക്ക് കയറി, വലുതിൻ്റെ അകത്തേക്ക് കയറി. ഇപ്പം അതിൻ്റെ പുറത്തൊന്നുമില്ല. ഇത് മുഴുവൻ പറമ്പിലെ പുല്ല് വെട്ടിയപ്പോൾ കിട്ടിയതാണ്. ഇതിനെ നശിപ്പിക്കാൻ ഉപ്പുപൊടി വിതറുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റു തരത്തിൽ നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ മുട്ടകൾ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും ഇതിന് 10 സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ട്. ആഫ്രിക്കൻ ഒച്ച് മണ്ണിലാണ് മുട്ടയിടുന്നത്. 30 മുതൽ 60 വരെയുള്ള ദിവസം കൊണ്ട് മുട്ട വിരിയുകയും ചെയ്യും. 17 മുതൽ 21 ഡിഗ്രി വരെയുള്ള ചൂടാണ് ഇതിൻ്റെ മുട്ടകൾ വിരിയുന്നതിന് അനുയോജ്യമായ ചൂട്. അണുനശീകരണം നടത്തിയെടുത്ത ഒരു ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഷെല്ലാണിത്. കുഴിയെടുത്ത് അതിൻ്റെ അകത്തിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ ഉപ്പ് വെതറിയിടുകയാണ്. ചത്തുപോകാൻ വേണ്ടിയിട്ട്, എല്ലാം നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആഫ്രിക്കൻ ഒച്ചിനെ ഇല്ലായ്മ ചെയ്യണത്.